അതൊക്കെ തന്നെ. പക്ഷേ ഗ്യാസ് കുറ്റിയാണ്. ആ എടാ, അവിടെ നമ്മൾ എങ്ങനെ അംഗീകരിക്കും? നമ്മുടെ പല പ്രതീക്ഷകളല്ലേ അവിടെ തകർത്ത് കളഞ്ഞത്. അത് ശരിയാ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ കാശ് മാറ്റാന്ന് മാത്രമേ കരുതിയുള്ളൂ. അമ്മ ഒരു പാലസാണ് മോഹിച്ചത്. അത് കിട്ടാതെ വരുമ്പോ ആർക്കായാലും വിഷമം തോന്നും. ആഹാരം കഴിച്ചിട്ട് കാശ് കൊടുക്കാനില്ലാതെ ആ ഹോട്ടലിനകത്തിരുന്ന് വീർത്തത് ഓർക്കുമ്പം അവളെ എനിക്ക് കൊല്ലാൻ തോന്നുക. ഒരു കോടീശ്വരി. ആ രമ്യയാണെങ്കിൽ കാശും വീടും ഒക്കെ ആയിട്ട് എന്റെ പിറകെ നടക്കുമായിരുന്നു. ഇവൾ ഒറ്റ ഒരുത്തി കാരണം ആ ഭാഗ്യം നമ്മൾ തട്ടിക്കളഞ്ഞില്ലേ? ആ രമ്യെ തിരിച്ചു കൊണ്ടുവരാൻ എന്താ അമ്മ ഒരു വഴി? അത് പെട്ടെന്ന് നടക്കുമെന്ന് തോന്നുന്നില്ല മോനെ. അവള് ഇവനും തമ്മിൽ ജോയിനായി പോയില്ലേ? പക്ഷേ എന്റെ അമ്മായി അമ്മ ഒരു കാരണവശാലും അവളെ ഇവിടെ വെച്ച് വാഴിക്കൂല. വേണ്ട, ഇനി രാധമ്മയുടെ കഴിവ് പോലെ ഇരിക്കും രമ്യയുടെ തിരിച്ചു വരവ്. രാധമ്മ എവളെ ഈ കണക്കിന് കൈകാര്യം ചെയ്താൽ എവളിവിടുന്ന് കൂടും കൂടുക എടുത്തോണ്ട് പായി. അമ്മേ, കാര്യം എന്തൊക്കെ പറഞ്ഞാലും കയ്യിൽ 5 പൈസ ഇല്ലെങ്കിലും എവളൊരു മന്ത്രിയുടെ മോളല്ലേ. എത്ര നാളായി തള്ളയുടെ ചീത്ത എങ്ങനെ കേക്ക്? എടാ, ഞാനും അന്തം വിട്ടു പോവുക. വെള്ളപ്പാറ്റയെ പോലെ പാറിപ്പാറി നടന്ന രാധമ്മയാ ഈ കല്യാണത്തോടെ ആളങ്ങ് മാറിയത്. ചീറ്റിയില്ലേ രാജവെമ്പാലയെ പോലെ. ഇവളിത്തിരി കൂടുതലല്ലേ? ഒരിത്തിരി കൂടുതൽ. ഇവള് നമ്മളെ അന്തകയായിട്ട് മാറുവോ? അതിനുള്ള കേസ് ഒന്നുമില്ല. അല്ല, എന്തായാലും ഈ കുടുംബത്തില് ഇങ്ങനെ അടിക്കടി വഴക്കുണ്ടാക്കുന്നത് എനിക്കൊരു സന്തോഷം. മനുഷ്യര് തമ്മിൽ വഴക്കുണ്ടാക്കുന്നതും അടിപിടി കൂടുന്നതും കാണാന് എന്തൊരു രസം. വല്ലാത്തൊരു ദുഷിച്ച മനസ്സാണല്ലേ അമ്മച്ചി നിങ്ങക്ക്. മോളെ, എന്താ മോളെ? സൂര്യമംഗലം കൊട്ടാരത്തിലെ തമ്പുരാട്ടിയും കൊച്ചുമോളുവാ. ഈ കൊച്ചിന്റെ കയ്യിൽ 10 പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കൂ? നടന്നതല്ല അവരോട് പറയോ? അങ്ങനെയാണെങ്കിൽ ഒരു പൂരം നടക്കും. അമ്മ മിക്കവാറും ഇവളെല്ലാം പറയും ഇവിടെ കൂട്ടാടി നടക്കും. എന്താ മോളെ? മോളെന്തിനാ ഇങ്ങനെ കരയുന്നേ? ചേച്ചി, മോളിങ്ങനെ കരയല്ലേ? എന്തായാലും അമ്മമ്മയോട് തുറന്നു പറ മോളെ. ചേച്ചി എന്തിനാ ഇങ്ങനെ കരയുന്നേ? രാധമ്മയുടെ കരണത്തിൽ ഇപ്പൊ ഒരു പടക്കം പൊട്ടു. ഇങ്ങനെ കരയാതെ കാര്യം പറ മോളെ. അത് ഋതുമോള് കരയുന്നതേ എന്റെ അമ്മയുടെ കുഞ്ഞമ്മ മരിച്ചില്ലേ, അതിന്റെ സങ്കടത്തിലാ. രാധമ്മയുടെ കുഞ്ഞമ്മ മരിച്ചതിന് ഋതുമോള് കരയുന്ന എന്തിനാ? അതാ എന്തേ ചോദ്യം? അത് രാധമ്മ കരഞ്ഞ ഋതുമോളും കരയും. അത്രയ്ക്ക് ഇഷ്ടം അവര് തമ്മില്. രാജു, മാഡം, അമ്മമ്മന്ന് വിളിക്കടാ. അമ്മമ്മ, അവന്റെ ഒരു മേടം ഇടവും. പറയ രാജു, എന്തിനാ എന്റെ കുഞ്ഞ് കരഞ്ഞത്? അത്
ഓരോരുത്തർ തമ്പുരാട്ടിയായിട്ടോ മഹാറാണിയായിട്ടോ അല്ല ഞാൻ ചോദിക്കുന്നത്, കുഞ്ഞിന്റെ അമ്മമ്മയായിട്ടാ. അപ്പൊ എല്ലാരോടായി, ഞങ്ങൾ ഉടനെ തന്നെ അങ്ങ് ഇറങ്ങും. പ്രതാപന്റെ ഒഴിവനുസരിച്ച് ഞങ്ങൾ എല്ലാരും കൂടി ഒരു ദിവസം വരാം. ഒരേ ഒരു കാര്യം മാത്രമേ എനിക്ക് എല്ലാരോടും പറയാനുള്ളൂ. ഋതുമോള് ഞങ്ങളുടെ നിധിയാണ്, എല്ലാം എല്ലാമാണ്. ഞങ്ങൾക്കുള്ളതെല്ലാം മോൾക്കുള്ളതാ. അമ്മയുടെ സ്നേഹവും കരുതലോ ഒന്നുമില്ലാതെ വളർന്ന കുട്ടിയാ. ഒരു കാരണവശാലും ഇവള് കരയാൻ ഇടവരരുത്. രാജുവിന് എനിക്ക് വിശ്വാസാണ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നും എനിക്കറിയാം. പക്ഷേ ഇവൾ എന്തെങ്കിലും കാരണവശാൽ കരഞ്ഞാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല.